ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല ഈസി ആയിട്ടും ടേസ്റ്റിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുളിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ നല്ല കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള 1 കപ്പ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി തന്നെ ഇതുപോലെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എല്ലാതും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നത്. ഇപ്പോൾ ഒരു പാൻ വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം ഇഞ്ചി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി നല്ല കനം കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഇതുപോലെ ഫ്രൈ ചെയ്ത് ഇതൊന്ന് പൊടിച്ചെടുത്ത ശേഷം ഉണ്ടാക്കുമ്പോൾ പുളിഞ്ചിക്ക് നല്ലൊരു ടേസ്റ്റാണ്. മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായി പൊടിച്ചെടുക്കാം. ഇഞ്ചി കുറച്ച് വലിയ പീസായിട്ടാണ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഇത് ഫ്രൈ ആയി വന്നാൽ ഓയിലിൽ നിന്ന് കോരി മാറ്റുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ ഒരുവിധം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഓയിലിൽ നിന്ന് മാറ്റി. ഇഞ്ചിയെല്ലാം ഇപ്പോൾ നന്നായി തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓയിലിൽ നിന്ന് മാറ്റി ഒന്ന് ചൂടാറി വരുമ്പോൾ നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഓയിലിൽ നിന്നൊന്ന് മാറ്റാം. ഞാനിവിടെ 250 ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായി വാഷ് ചെയ്ത ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കാം. പുളി ഇവിടെ നന്നായി തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 3 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടാണ് പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പുളി പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇഞ്ചി ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് അല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഉണ്ടാവും. അതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാം കൂടെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് 2 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 12 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം കൂടെ നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പുളിഞ്ചിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. അതുകൊണ്ടാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയെല്ലാം എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിൽ പച്ചമുളകും കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ റോസ്മെല്ലൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പുളിഞ്ചി നല്ല തിക്കായി വരും. മല്ലിപ്പൊടിയുടെ ഒന്നും റോസ്മെല്ലോ ഒന്നും ഇഞ്ചി കൂടി റെഡിയായി വരുമ്പോൾ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. പൊടികളുടെ റോസ്മെല്ലോ എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര പൊടിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മധുരം എത്ര വേണമോ അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം നല്ലൊരു കായത്തിൻ്റെ സ്മെല്ല് നന്നായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആകുമ്പോഴേക്കും എല്ലാം കൂടെ നന്നായിട്ട് വറ്റി കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം.
നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇഞ്ചിപ്പുളി റെഡിയാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ അത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്